ഹലോ ഗൈസ്, വെൽക്കം ടു മേക്ക് സ്റ്റുഡിയോ. അപ്പോൾ IPL 2024 മാച്ച് നമ്പർ 8 ശരിക്കും ഒരു കിടിലൻ പോരാട്ടം തന്നെയാണ് ആരാധകർക്ക് കാത്തിരിക്കുന്നത്. മുംബൈ ഇന്ത്യൻസ് നേരിടുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ. കരുത്തരായ രണ്ട് ടീമുകളാണ് ഹൈദരാബാദിൻ്റെ രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ മുഖാമുഖം വരാൻ പോകുന്നത്. IPL 2024 മാച്ച് നമ്പർ 8. രണ്ട് ടീമുകളും ശരിക്കും പറഞ്ഞാൽ സീസൺ തുടങ്ങിയിട്ടുള്ളത് തോൽവിയോട് കൂടിയാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദ് ഒരു ലാസ്റ്റ് ബോൾ ത്രില്ലർ അവസാന ബോൾ വരെ നീണ്ട ആവേശത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് പരാജയപ്പെട്ടെങ്കിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ കാര്യവും വിപരീതമല്ല. അവസാന ഓവർ വരെ നീണ്ട ആവേശ പോരാട്ടത്തിലായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസിനോട് ഇറന്നു വാങ്ങിയ തോൽവിയെന്ന് വിശേഷിപ്പിക്കാം 6 റൺസിൻ്റെ പരാജയം മുംബൈ നേടിയെടുത്തത്. ഹാർദിക് പാണ്ഡ്യ വന്ന് ക്യാപ്റ്റൻസി ഏറ്റെടുത്ത ശേഷം ആദ്യ മത്സരമായിരുന്നു മുംബൈക്ക് തോൽവിയോടായിരുന്നു തുടക്കം കുറിച്ചത്. അതിനാൽ തന്നെ ഹൈദരാബാദിനെതിരെ ഒരു മികച്ച വിജയവുമായി പോയിന്റ്സ് ടേബിളിൽ മുന്നേറ്റം നടത്താനായിരിക്കും മുംബൈ ലക്ഷ്യമിടുന്നത്. ഇരു ടീമിലും പുതിയ ക്യാപ്റ്റന്മാരെ നമുക്കറിയാം. സൺറൈസേഴ്സ് ഹൈദരാബാദ് ഏഡൻ മാർക്കറത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ടായിരുന്നു പാറ്റ് കമ്മിൻസിനെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചതെങ്കിൽ മുംബൈയിലും രോഹിത് ശർമ്മയ്ക്ക് പകരക്കാരനായിട്ടാണ് റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഹാർദിക് പാണ്ഡ്യയും ക്യാപ്റ്റൻസി ഏറ്റെടുത്തിട്ടുള്ളത്. ഇരു നായകന്മാരുടെയും IPL 2024 ആദ്യ പോരാട്ടം തോൽവിയോട് കൂടിയായിരുന്നതിൽ തന്നെ മുഖാമുഖം വരുമ്പോൾ ശരിക്കും ഒരു ത്രില്ലർ പോരാട്ടം തന്നെയായിരിക്കും. വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇരു ക്യാപ്റ്റന്മാരും ലക്ഷ്യമിടുന്നില്ല. നമുക്കിനി പിച്ച് റിപ്പോർട്ടിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കാൻ പോകുന്നത്. ഹൈദരാബാദിൻ്റെ ഹോം ഗ്രൗണ്ടൊക്കെ തന്നെയാണ്. പക്ഷേ അത്ര റെക്കോർഡല്ല, അത്ര ഒരു മികച്ച റെക്കോർഡ് ആ ഒരു ഹോം ഗ്രൗണ്ടിൽ കാത്തു സൂക്ഷിക്കാൻ ഹൈദരാബാദിന് സാധിച്ചിട്ടില്ല. മുംബൈ ഇന്ത്യൻസിനോട് അവസാനം കളിച്ച 5 മത്സരങ്ങളിൽ 4 എണ്ണത്തിലും ഹൈദരാബാദ് പരാജയപ്പെട്ടിട്ടുണ്ട്. ഒരെണ്ണം മാത്രമാണ് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി പിച്ച് റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഹൈദരാബാദിലാണ് മത്സരം നടക്കാൻ പോകുന്നത്. ഫ്ലാറ്റ് വിക്കറ്റ്സിന് പേരിട്ട് പിച്ച് തന്നെയാണ് ഹൈദരാബാദ്. ഒപ്പം മികച്ച സ്ലോവർ ബൗൺസറുകൾക്കും ഗുണം ചെയ്യും. അതിനകത്ത് നമുക്ക് 2 ബൗൺസറുകളാണ് ഈ ഒരു സീസൺ മുതൽ ഒരു ബൗളർക്ക് ഒരു ഓവർ പെർമിറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിനകത്ത് തന്നെ സ്ലോവർ ബൗൺസുകൾക്ക് വളരെ പേരുകേട്ട പിച്ചാണ്. സ്പിന്നർ ബൗളർമാരെയും വളരെയധികം അകമഴിഞ്ഞ് തുണയ്ക്കുന്ന ഒരു പിച്ച് തന്നെയാണ് ഹൈദരാബാദിൽ നേടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അവിടെ നടന്ന മത്സരങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ പകുതിയിലധികം മത്സരങ്ങളിലും ഏതാണ്ട് 3/4% മത്സരങ്ങളിൽ വിജയിച്ചിട്ടുള്ളത് രണ്ടാമത് ബാറ്റ് ചെയ്ത ടീം തന്നെയാണ്. സോ അതിനാൽ തന്നെ ടോസ് നേടിയ ക്യാപ്റ്റൻ ചേസ് ചെയ്യാനായിരിക്കും തീരുമാനിക്കുന്നത്. ഹെഡ് ടു ഹെഡ് കണക്കുണ്ടെങ്കിൽ അവസാന 5 പോരാട്ടങ്ങളിൽ 4 തവണ മുംബൈക്കായിരുന്നു ജയം. ഒരു തവണ മാത്രമാണ് ഹൈദരാബാദ് ജയിച്ചിട്ടുള്ളത്. IPL ചരിത്രത്തിൽ 21 തവണയാണ് ഇരു ടീമുകൾ മുഖാമുഖം വന്നിട്ടുള്ളത്. 12 തവണ മുംബൈ വിജയിച്ചപ്പോൾ 9 തവണയായിരുന്നു ഹൈദരാബാദിന് ജയം സ്വന്തമാക്കാനായത്. ഇനി നാളത്തെ മത്സരത്തിൽ കുറച്ച് താരങ്ങൾ ഒരു മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയുള്ള 2 ടീമിൽ നിന്നും സെലക്ട് ചെയ്ത 2 താരങ്ങളെ ഇത് നമുക്ക് നോക്കാം. ഹൈദരാബാദിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഹൈൻറിച്ച് ക്ലാസൻ കഴിഞ്ഞ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ പോരാട്ടത്തിൽ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് തന്നെയായിരുന്നു സൗത്ത് ആഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഈഡൻ ഗാർഡൻസിൽ കാഴ്ചവെച്ചത്. നാളെ സ്വന്തം കാണികൾക്ക് മുൻപിൽ ഇറങ്ങുമ്പോഴും ഹൈദരാബാദിൻ്റെ വിശ്വാസം ഹൈൻറിച്ച് ക്ലാസൻ്റെ ബാറ്റിംഗ് വെടിക്കെട്ട് തന്നെയാണ്. മുംബൈ പോലൊരു ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ശക്തമായ ഒരു ടീമിനെതിരെ ക്ലാസൻ്റെ മധ്യനിരയിലെ വെടിക്കെട്ട് തന്നെയായിരിക്കും ഹൈദരാബാദിന് ജയത്തിലേക്ക് അടുപ്പിക്കുന്നത്. രണ്ടാമത്തെ താരം പാറ്റ് കമിൻസ് ആണ്. ഹൈദരാബാദിലെ വിശ്വസ്തനായ ഓസ്ട്രേലിയൻ ലോക ചാമ്പ്യനും അവരുടെ നായകനുമായിട്ടുള്ള പാറ്റ് കമിൻസ് കഴിഞ്ഞ മത്സരത്തിലും വളരെ ഭേദപ്പെട്ട പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു. നാളെ കരുത്തരായ മുംബൈ നേരിടുമ്പോൾ കമിൻസിൻ്റെ ബൗളിംഗ് മികവും ഹൈദരാബാദിന് ഗുണം ചെയ്യും. മുംബൈയിലേക്ക് വരികയാണെങ്കിൽ ജസ്പ്രീത് ബുംറ നമുക്ക് കഴിഞ്ഞ മത്സരത്തിൽ ശരിക്കും ഒരു ക്ലാസ് പോരാട്ടം തന്നെയായിരുന്നു. ബുംറ ഗുജറാത്തിനെതിരെ തോൽവി ഏറ്റുവാങ്ങിയെങ്കിൽ പോലും വളരെ മികച്ച പ്രകടനം തന്നെയായിരുന്നു ജസ്പ്രീത് ബുംറ കാഴ്ചവെച്ചത്. 4 ഓവറിൽ 13 റൺസ് മാത്രമാണ് ഈ 3 വിക്കറ്റുകളും താരം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. മറ്റൊരു താരം രോഹിത് ശർമ്മയാണ്. കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു മുംബൈ ഇന്ത്യൻസിൻ്റെ ഭാഗത്തു നിന്നും. സോ നാളത്തെ മത്സരത്തിൽ തിളങ്ങാൻ സാധ്യതയുള്ള ഒരു ടോപ്പ് 4 പ്രഡിക്ഷൻ ഈ ഒരു 4 താരങ്ങൾ തന്നെയാണ്. ക്ലാസൻ, കമിൻസ്, ബുംറ, രോഹിത്. നമുക്കറിയാം മുംബൈയിൽ നിലവിലും ഇപ്പോഴും ക്യാപ്റ്റൻസിയെ ചൊല്ലിയുള്ള ഒരു തർക്കങ്ങൾ അലയടിച്ച് നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഗുജറാത്തിനെതിരെ തോൽവിക്ക് ശേഷവും ഹാർദിക് പാണ്ഡ്യയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാപ്റ്റൻസി ഡൈജസ്റ്റ് ചെയ്യാത്ത മുംബൈയിലെ മറ്റ് താരങ്ങളടക്കം 2 തട്ട് തിരിഞ്ഞാണ് നിലവിൽ നിൽക്കുന്നത്. സോ അത് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ മുൻപോട്ടുള്ള പോക്കിന് വളരെയധികം പിടിപ്പത് പണിയായിരിക്കും. ഇനി ഇരു ടീമുകളുടെ ഒരു പ്രോബബിൾ ഇവനിലേക്ക് വരികയാണെങ്കിൽ ഹൈദരാബാദ് നാളെ മായങ്ക് അഗർവാൾ, അഭിഷേക് ത്രിപാഠി ഓപ്പണിംഗ് സെക്ഷൻ തന്നെയായിരിക്കും. മായങ്ക് അഗർവാൾ, അഭിഷേക് ശർമ്മ, രാഹുൽ ത്രിപാഠി, ഹൈൻറിച്ച് ക്ലാസൻ, ഏഡൻ മാർക്കറം, അബ്ദുൾ സമദ്, മാർക്കോ ജോൺസൺ, പാറ്റ് കമിൻസ്, ഭുവനേശ്വർ കുമാർ, നടരാജൻ എന്നിങ്ങനെയായിരിക്കും ഹൈദരാബാദിൻ്റെ പ്രോബബിൾ 11 വരാൻ പോകുന്നത്. മുംബൈയിലേക്ക് വരികയാണെങ്കിൽ രോഹിത് ശർമ്മ, ഇഷാൻ കിഷൻ ഓപ്പണിംഗ് സെക്കം, തിലക് വർമ്മ, നമൻധർ കഴിഞ്ഞ മത്സരത്തിൽ വെടിക്കെട്ട് പ്രകടനം നടത്തിയ യുവതാരമായിരുന്നു നമൻധർ, നെഹൽ വധേര, ടിം ഡേവിഡ്, ഹാർദിക് പാണ്ഡ്യ, മുഹമ്മദ് നബി, ജസ്പ്രീത് ബുംറ, പീയൂഷ് ചൗള, ജെറാൾഡ് കോച്ച്സി എന്നിങ്ങനെയായിരിക്കും മുംബൈയുടെ ആ ഒരു 11 വരാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞ കിടിലൻ ടീം തന്നെ ഉള്ള 2 ടീം, ബെഞ്ച് സ്ട്രെങ്ത് വളരെയധികം ഉള്ള 2 ടീമുകൾ തന്നെയാണ് ഹൈദരാബാദും അതോടൊപ്പം തന്നെ മുംബൈ ഇന്ത്യൻസും. കാത്തിരിക്കാം ത്രില്ലർ പോരാട്ടത്തിന് വേണ്ടി ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ മാർച്ച് 27 മത്സരം തുടങ്ങുന്നത്.